നിസാനിലെ ലാവണ്യ കൊട്ടാരത്തിൽ കല്ലാൽ നിന്നെ ഹിജാബിലെ തുന്നിയതാരേ ഹിലാലിന്റെ മാനത്തെ വൈരക്കല്ലിൽ മുത്താലന്റെ ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു മൈസൂർ വ്ളോഗായിട്ടാണ്. മൈസൂർ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോണതും അവിടുത്തെ കാര്യങ്ങളും പിന്നെ എൻ്റെ കാക്കാൻ്റെ എൻഗേജ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുൾ വീഡിയോ കാണാൻ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഞാനും മൂത്താപ്പയും മൂത്തമ്മയും ഇമ്മയാണ് പോണത്. അങ്ങനെ ഞങ്ങളിതാ നമ്മളെ മുതുമലൈ അവിടെ എത്താനായി. അപ്പോൾ ഇത് കുറേ ദിവസങ്ങൾ മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് ഇടാൻ പറ്റിയത്. പിന്നെ നിങ്ങൾക്ക് പറയും ഏത് വീഡിയോ വേണ്ടിയെന്ന്, അപ്പോൾ ഞാൻ അതേപോലെ ചെയ്യാം. പിന്നെ നിങ്ങൾ ഈ സൈഡിൽ കൂടെ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല വ്യൂ അല്ലേ, അടിപൊളി വ്യൂ ആണ്, നല്ല രസമാണ് അതിൽ കൂടെ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ചില സമയം നമുക്ക് ഏതെങ്കിലും അനിമൽസിനെ കാണാൻ പറ്റും. അങ്ങനെ നമ്മളിതാ അവിടെ ആ സൺഫ്ലവറൊക്കെ ഉണ്ടാവുമല്ലോ, ആ സ്ഥലം എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോസ് എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ ഇറങ്ങിയില്ല, വരുമ്പോൾ എടുക്കാമെന്ന് വെച്ചിട്ട്. പിന്നെ കുറേ ദൂരം കഴിഞ്ഞപ്പോൾ ഭയങ്കര മഴയായിരുന്നു. അങ്ങനെ ആ മഴയൊക്കെ ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മായിൻ്റെ വീട്ടിലെത്തി. ഇത് രാത്രി ഞങ്ങൾ മൈസൂരിലേക്ക് പോയ ഒരു എന്താ പറയുക ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി പോയതാണ്, നിശ്ചയത്തിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് അടിപൊളി സ്ഥലമാണ്, വില കമ്മിയിൽ നമുക്ക് കുറേ സാധനങ്ങൾ കിട്ടും. അങ്ങനെ ഞങ്ങൾ പെണ്ണിന് വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ, പിന്നെ എനിക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ വാങ്ങി. അവിടെ നല്ല അടിപൊളി മാലൊക്കെ കിട്ടിയിട്ടോ, ഞാൻ അത് ലാസ്റ്റ് കാണിച്ചു തരാം. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു സമൂസ കടയിൽ കയറി സമൂസ കഴിച്ചു, അടിപൊളി ടേസ്റ്റ്. പിന്നെ ഞങ്ങൾ കോഫി കുടിക്കാൻ വേണ്ടി നിർത്തി. അങ്ങനെ രാത്രി 9:30-10 മണി ആയിട്ടുണ്ടായിരുന്നു അവിടുന്ന് വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് നെക്സ്റ്റ് ഡേ ആയിരുന്നു. പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ വന്നിട്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി. ഇപ്പോൾ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ആ സംഭവങ്ങൾ ചെയ്യുവാണ്. ഇതാണ് എൻഗേജ്മെൻറ്റ് വീഡിയോ. ഞാൻ മ്യൂസിക് ഇട്ടിട്ടില്ല, ഇട്ടാൽ ചിലപ്പോൾ കോപ്പിറൈറ്റ് ആയാലോ, അതിന് ഞാൻ മ്യൂസിക്കൊന്നും ഇട്ടിട്ടില്ല. അങ്ങനെ അൽഹംദുലില്ലാ കാക്കാൻ്റെ എൻഗേജ്മെൻറ്റ് അടിപൊളിയായിട്ട് നടന്നു. അവിടെ എത്തിയിട്ടുള്ള വിശേഷമാണിത്. അവിടെ ഞങ്ങളെത്തി, ആ സാധനങ്ങളൊക്കെ അവിടെ വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ പെണ്ണ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. അങ്ങനെ ഇതാ പെണ്ണൊക്കെ വന്ന് ഒരു ഫ്ലവേഴ്സൊക്കെ കൊടുക്കായിരുന്നു. ഇത്രയേ ഉള്ളൂ ഞാൻ എടുത്തിട്ടുള്ള വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.